ഇനി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഫാദർ. പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാൻ സ്നേഹിച്ച എൻ്റെ വിനുവിനെ തന്നെയാണ്. വിനുവിനെയോ? ആ അതെ. സംശയമുണ്ടോ ആർക്കെങ്കിലും? വിനു, ഇങ്ങ് വന്നേ. അല്ല, ഈ അനിതാരെന്നാ പറഞ്ഞേ? ഇതാണ് നിങ്ങൾ കള്ളനെന്നും തെമ്മാടിയെന്നും പിന്നെ കുറെ പേരെ പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു വിനു. വിനു ഊമയാണ്. ഒന്നും സംസാരിക്കില്ല. മോളെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ എന്നാന്നേ നിങ്ങളൊക്കെ ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞ് നിൽക്കണോ? ഒന്ന് കേറിക്കെ ആൽബിച്ചോട്ട് ഒന്ന് പുറത്ത് പോയിക്കോട്ടെ. ആനിയേ ഷോ, നിങ്ങളതൊക്കെ ഇവിടെ നിൽക്കണോ? ഇവിടെ കയറിപ്പോടാ മാക്രി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലേ. മനസ്സമ്മതം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വാ ശരി, അപ്പൊ ഞങ്ങളെന്ന് അങ്ങോട്ടേക്ക്. വാ വാ വാ, എല്ലാരും ഇവിടെ കാത്തു നിൽക്കാം. ഈ കാര്യങ്ങൾ പെട്ടെന്നായതുകൊണ്ടേ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതെ, നിങ്ങൾ ഇതിങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ടായില്ല. പിന്നെ ഇന്നലെ രാത്രി അപ്പം വന്നൊരു നിപ്പ. ആര്? ചത്തുപോയെന്നെ അപ്പനോ? സത്യമായിട്ട് പുണ്യാളാണ് എന്റെ പുണ്യാളാ. എന്നിട്ട് എന്നോടൊരു ചോദ്യം, എടാ എന്നാടാ നിനക്ക് ആ ആനി കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുത്തൂടെ എന്ന്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ഞാനിവിടെ നിന്നതിനെ അവിടെ തിരക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരുമല്ലോ, ഞാൻ അവിടെ ഉണ്ടാവും. എടാ എവിടെ ആ ക്യാമറമാനോട് പറപ്പിക്കുന്ന കുന്തറാണ്ടത്തിൽ എടുക്കാൻ പറ. അപ്പൊ ഇന്നലെ രാത്രി നമ്മളെ പിടിച്ച് കെട്ടിയിട്ടതാരാ? കർത്താവേ, ഇനി പുണ്യാളുടെ കളിയാണോ? ഇതവരല്ലേ? ഇതവരാണല്ലോ. You know me, yo, side with the pedal, para. You know me, yo, say with the pedal, para. Yeah, you know me, yo. Specking big pip in the back of the bed, better bello, better set cap in the bed, get a bed, but the catch in the bed, the pedal, get a set time in the calavero. Unos, better get it fair, spit again, better scan the veil, man. Spit again, better get it core, spit again, can't bear. മനസ്സിലായ? വിനു വിനു അകത്ത്, ഞാൻ വിൻസെന്റ്. നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ കഥകൾ പറഞ്ഞു. ഇനി ആരും കേൾക്കാത്തൊരു കഥ ഞാൻ പറയാം. വിൻസെന്റ് പറഞ്ഞ കഥയൊക്കെ കറക്റ്റാണ്. പക്ഷേ യഥാർത്ഥ വിനു അതിവനാണ്. ആനിയെ സ്നേഹിച്ചതും ആനി സ്നേഹിച്ചതും എന്താ വിനു? ആൽബി, ഈ സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത്. അവളുടെ ആങ്ങളുടെ വാക്കും കേട്ട് നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത വിനുവിനെ കുറിച്ച് ആനിയോട് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രണയം തകർത്ത ആ രാത്രി ഉണ്ടല്ലോ, എടാ
നീ ചേർത്ത എല്ലാത്തിനും പരിഹാരമാണോ പറ്റേ? അവളുടെ ഒത്തിനാണല്ലോ ഉറപ്പിച്ചോ. കല്യാണമൊന്നും ആയില്ലല്ലോ. എന്നെ പൊന്നോ, ഞാൻ പറഞ്ഞത് നീ ഒന്ന് വിശ്വസിക്കേ. അവനാകെ കയ്യിൽ പോയിട്ടിരിക്കും. എങ്ങനെ പോണ്ടിരിക്കും? വസ്തുക്ക് പിടിച്ച പ്രേമാലായിരുന്നോ? ആ പെണ്ണ് ഇവനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, പിന്നെന്താ പറ്റിയ? എന്ത് പറ്റിയെന്നോ? അവളുടെ ആങ്ങളില്ലേ ആ കായൽമന്തി ആൽബി, അവൻ അവളുടെ പ്രൊഫസറെ കൊണ്ടും അവൻ കെട്ടായിരിക്കണ പെണ്ണിനെ കൊണ്ടും ഇവനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചു. അതിന് കൂട്ടായിട്ടാ അച്ഛനും. പ്രൊഫസർ, പെണ്ണ്, അച്ഛൻ. എന്താ നിന്റെ പരിപാടി? കടിച്ച പാമ്പനെ കൊണ്ട് തന്നെ വിഷം അർപ്പിക്കുക. നിനക്ക് റോൾ എറ്റേ കുറെ കാലായില്ലേ നീ എൻ്റെ അടുത്ത് ചാൻസ് ചോദിക്കുന്നു. അങ്ങനെ പാവ ഊമയായ വിനുവിന് വേണ്ടി ഈ വിൻസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ അങ്ങ് ചെയ്യിപ്പിച്ചു. ജീവിതം എന്ന് പറയുന്നൊരു നാടകം, തിരശില വീഴുന്നവരെ അതിൽ നാടന പകിട കളിയിൽ ഒന്ന് തകിട മറഞ്ഞാൽ അതിനിടയിൽ കിടന്ന് കുടുങ്ങി കുടുങ്ങി തീരും. കപടം ഈ ലോകം, ജീവിക്കാനൊന്നൊരു കോലം, ഈ കോലം കെട്ട് നേരം ആയുസ് മുഴുവൻ തീരും. കപടം ഈ ലോകം, ജീവിക്കാനൊന്നൊരു കോലം, ഈ കൊലം കെട്ട് നേരം ആയുസ് മുഴുവൻ തീരും. കളിമാറി കഥ മാറി പ്രണയത്തിൻ പതയിലെത്തി കഥകൾ പലതും ഉണ്ടെന്നളം ദിവ്യ പ്രേമം ഒന്ന് മാത്രം പ്രേമിക്കാൻ അറിയാവുന്ന മനസ്സുകളുണ്ട്, അതിലിടമൊന്ന് നേടുവാനെ പരിശ്രമമുണ്ട്. ജീവിതം എന്ന് പറയുന്നൊരു നാടകം, തിരശില വീഴുന്നവരെ അതിൽ നിന്ന് ആടണ പകിട കളിയിൽ ഒന്ന് തകിടം മറഞ്ഞാൽ അതിനിടയിൽ കിടന്ന് കുടുങ്ങി കുടുങ്ങി തീരും. ആനിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവളുടെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ആനയെ ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ ഇതിനെ പാതി വഴിയിൽ ഇറക്കി വിട്ടത്. അവിടെ വരെയുള്ള പ്ലാനിങ് എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ? വിനു ആനീനെ ഇങ്ങോട്ട് വന്നിട്ട് വിനു ആനി എവിടെ? ആനി എവിടെയെന്ന് ആ 3 പേരെ അവിടെ കെട്ടിയിട്ട് പേടിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഇനി ആനിയെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് കാര്യം പറയിപ്പിക്കുന്നു, നാളെ നിങ്ങളുടെ കല്യാണം. ആ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് വാ. ആ ആനിയുടെ ചേട്ടൻ നിങ്ങളുടെ കല്യാണത്തിന് നോക്കി പറഞ്ഞു. കാര്യം ആൽബി കായലുമാന്തി ആണെങ്കിലും പെങ്ങളൊന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ കല്യാണത്തിന് ചേട്ടായി സമ്മതിച്ചു. കയ്യിന്ന് വിടറോ. അപ്പൊ ഞാൻ ഇവരെന്താ ചെയ്യാ? നിങ്ങളുടെ കാര്യം ഓക്കെ, ഇവരെന്താ ചെയ്യാന്ന്? എടാ വിനു, ഇവരെ ഞാൻ എന്താ ചെയ്യാന്ന്? രണ്ടുപേരും തേച്ചിട്ട് പോയി. ഇയോണാണെങ്കിൽ അകത്ത്, ഞാനിവരെന്ത് ചെയ്യാനാണ്? എന്ത് പറഞ്ഞു മനസ്സിലാക്കും അവരെ? എന്തായാലും 2 അടി ഉറപ്പാ. എനിക്ക് കർത്താവേ കാത്തോളേ. ചെയ്തത് ചെറ്റത്തരാണ്, ശരിയാ. പക്ഷെ ഇനിയെങ്കിലും കാര്യങ്ങൾ അറിയാതെ മറ്റുള്ളവരെ പറ്റി അഭിപ്രായം പറയാതിരിക്കുക. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ല. അപ്പൊ പോട്ടെ. ആ വിനുവിന്റെയും ആനിയുടെയും മനസ്സമ്മതാണ്. കേറിട്ട് പോവും. ഓക്കെ? എന്താ അറിയാ, നല്ല തിറ്റക്കാരനാണ്. ഹണിമൂണ് പായലുള്ള കായലില്. ഞാൻ വരുവാ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്? നല്ല കിണ്ണം കാച്ചി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു.
അപ്പൊ നീയല്ല പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണെന്ന്. സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയാണ്, പക്ഷെ ഇത്രയ്ക്കും ഡ്രാമയുടെ ആവശ്യമില്ല.